ഇവിടുത്തെ ഒരു ജനങ്ങളുടെ ഒരു അഭിപ്രായം അനുസരിച്ച് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം സുധാകരനെയാണ് പ്രതീക്ഷയുള്ളത്. കാര്യം പുള്ളിക്കാരൻ ചെയ്ത കുറേ കാര്യങ്ങളാണ് ഈ റോഡും ഇവിടുത്തെ വികസനങ്ങൾ കംപ്ലീറ്റ് പുള്ളിക്കാരനാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 സ്ഥാനാർത്ഥികൾ മെയിനായിട്ട് മത്സരിക്കുന്നുണ്ട്. അതിൽ ജി സുധാകരൻ പഴയ മിനിസ്റ്ററാണ്. അദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്ന നല്ല പ്രവർത്തികൾ, അതുകൊണ്ട് അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടെ ചെയ്യും. ഞങ്ങളിവിടെ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ നടക്കുന്നു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇതുണ്ട്, വണ്ടിക്കൊന്നും വലിയ പണിയൊന്നും ഇല്ല, നല്ല സൂപ്പറായിട്ട് വണ്ടി ഓടാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് എവിടെ വേണേലും പോകാൻ പറ്റും. അതിനുള്ള നമുക്ക് പ്ലേയിങ് ഗ്രൗണ്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തന്നെ മതി. വാട്ടറിൻ്റെ കാര്യമാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും പുള്ളി ഇവിടെ വികസനം തന്നെ ചെയ്യും. ഇവിടെ സുധാകരൻ സാറേ ചെയ്യത്തുള്ളൂ. അല്ലാതിനെയും പുള്ളി ചെയ്ത നല്ല കാര്യങ്ങൾ വെച്ചാണെങ്കിൽ ജനങ്ങൾ രാഷ്ട്രീയം നോക്കാതെ സുധാകരൻ സാറിന് മാത്രം വോട്ട് ചെയ്യും. സുധാകരൻ സാറാണ് ജയിക്കാൻ ഇവിടെ 100% ചാൻസ്. സുധാകരനാകാം, ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ പുള്ളി കുറേ വർഷം ഇരുന്നാണ് ഇവിടെ, കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താണ് സുധാകരൻ. പിന്നെ പുള്ളിയും പുറകോട്ടല്ല, നമുക്ക് ആരെയും രണ്ടുപേരും വേണം. എന്താണ് അമ്പലപ്പുഴ മണ്ഡലത്തിലെ ഒരു അവസ്ഥ? ആർക്കാണ് മുൻതൂക്കം, ആർക്കാണ് സാധ്യത? ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് എച്ച് ഇസ്ലാമിനാണ് സാധ്യത കൂടുതൽ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകാല പ്രവർത്തനങ്ങളിലും ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് തന്നെ വരാനായിട്ടാണ് സാധ്യതയും. ഇവിടെ എച്ച് ഇസ്ലാം ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും എന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധാകരൻ സാറ് ഇവിടെ കഴിഞ്ഞ ഒരു 5 വർഷക്കാലമായിട്ട് പ്രവർത്തനത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറ് പാർട്ടിയിലുണ്ടെങ്കിൽ പോലും പ്രവർത്തനത്തിൽ നിന്ന് വിമുഖത ഏറ്റുകയാണ്. പിന്നീട് പാർട്ടിയുടെ ഏതൊരു പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ സാറ് അതിന് എന്തെങ്കിലും പാർട്ടിയെ വെട്ടിലാക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തിയിട്ടേ പോയി. സാറ് ഇതിന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. ത്രികോണ മത്സരമാണ് ശരിക്കും പറയുന്നത്. മനസ്സിലായോ? സുധാകരനുണ്ട്, സലാം സാറുണ്ട്, പിന്നെ നമ്മുടെ BJPയുടെ ഹരി, 3 പേരും ത്രികോണ മത്സരം പറഞ്ഞിട്ട് പ്രവചിക്കാൻ പറ്റാത്തൊരു മത്സരം ഇവിടെ നടക്കാൻ പോകുന്നു. പ്രതീക്ഷിച്ചില്ല. ഇതുവരെ ഒരു ടൈറ്റ് മത്സരം ഇതുവരെ വന്നിട്ടില്ല അമ്പലപ്പുഴയ്ക്ക്. അതാണ് ഇവിടെ 3 സ്ഥാനാർത്ഥികൾ മെയിനായിട്ട് മത്സരിക്കുന്നുണ്ട്. അതിൽ ജി സുധാകരൻ പഴയ മിനിസ്റ്ററാണ്. അദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്ന നല്ല പ്രവർത്തികൾ, അതുകൊണ്ട് അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടെ ചെയ്യും. ഇവിടെ ഒരു പ്രശ്നങ്ങളുണ്ട്. ഇവിടെ UDFും LDFും കട്ടക്കട്ട ഇങ്ങനെ നിൽക്കണം. ഇല്ല. കാരണം സുധാകരൻ സാറ് മാറിയത് കാരണം ഒരു ടൈറ്റാ. ആർക്കാണ് ഒരു സാധ്യത ഉള്ളത്? രണ്ടും പറയുന്നുണ്ട്. സലാമിനും പറയും, സുധാകരൻ സാറിനും പറയുന്നുണ്ട്. നമ്മളിവിടെ ജി സുധാകരൻ അദ്ദേഹം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങളിവിടെ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ നടക്കുന്നത്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇതുണ്ട്, വണ്ടിക്കൊന്നും വലിയ പണിയൊന്നുമില്ല. ഇപ്പം നല്ല സൂപ്പറായിട്ട് വണ്ടി ഓടാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് എവിടെ വേണേലും പോകാൻ പറ്റും. അതിനുള്ള നമുക്ക് പ്ലേയിങ് ഗ്രൗണ്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തന്നെ മതി. വാട്ടറിൻ്റെ കാര്യമാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും പുള്ളി ഇവിടെ വികസനം തന്നെ ചെയ്യും. ഉണ്ട്, പാർട്ടിക്കപ്പുറം പേഴ്സണലായിട്ട് സംഭവമുണ്ട്. പുള്ളിയെ ഇപ്പം പാർട്ടിയിൽ ഇരുന്നേനെ പുള്ളിയെ ഒരുപാട് പാർട്ടിയുടെ ആൾക്കാർ, കൊച്ചു പിള്ളേർ പുള്ളിയെ അധിക്ഷേപിച്ച് ഒരുപാട് സംസാരിച്ചു. അതാ കാര്യം. പുള്ളി മാറാൻ മെയിൻ കാര്യം അതുകൊണ്ട് തന്നെ. മെയിനായിട്ട് മാറാൻ കാര്യം പുള്ളിയുടെ പിന്നെ നേരത്തെ ഉള്ള ആ ഒരു ഇമേജ് പുള്ളിക്ക് കൊടുക്കാതെ പാർട്ടിക്കാരെ പിന്നെ കൊച്ചു പിള്ളേരെ കൊണ്ട് വരെ അദ്ദേഹത്തിൻ്റെ തന്തയ്ക്ക് വരെ പറയിപ്പിച്ചു. ഇതൊക്കെ കൊണ്ടാണ് ആൾക്കാർ മാറാൻ കാര്യം. 5 വർഷം പുള്ളി ഭരിച്ച് സുഖമായിട്ട് പറഞ്ഞ് ഒക്കെ സംഭവമൊക്കെ ചെയ്തു, വികസനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ വികസനങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാം ഞങ്ങൾ പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാം പുള്ളിക്കാരനെ വോട്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇപ്പം പൊതുവേ നമുക്ക് ഇവിടുത്തെ ഒരു ജനങ്ങളുടെ ഒരു അഭിപ്രായം അനുസരിച്ച് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം സുധാകരനെയാണ് പ്രതീക്ഷയുള്ളത്. കാര്യം പുള്ളിക്കാരൻ ചെയ്ത കുറേ കാര്യങ്ങളാണ് ഈ റോഡും ഇവിടുത്തെ വികസനങ്ങൾ കംപ്ലീറ്റ് പുള്ളിക്കാരനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാണ് ചാൻസ് കൂടുതലുള്ളത്.
അമ്പലപ്പുഴ ഇങ്ങനെ ഒരു മത്സരം വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു കേസ് കേട്ടല്ല. പക്ഷേ നമുക്ക് ബെറ്റർ എപ്പോഴും ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ തന്നെയാണ് നല്ലത്. സുധാകരൻ സാറ് തന്നെയാണ്, പുള്ളി ബെറ്ററാണ്. ജയിച്ച് കയറി കഴിഞ്ഞാൽ നാടിനിയും നന്നാകും എന്നുള്ളത് തന്നെ. കാര്യം നമ്മൾ ഇപ്പം മുന്നേ ഇപ്പം നമ്മുടെ മറ്റു ആൾക്കാർ നേരത്തെ നിന്ന് ഭരിച്ചിട്ടുള്ളവരെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരുപാട് വികസനങ്ങളെന്ന് പറയാനൊന്നും അധികമൊന്നുമില്ല. ശരിക്കും നമ്മൾ കണ്ണി കാണുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും പറയാനായിട്ടൊന്നുമില്ല. ശരിക്കും പുള്ളിക്കാരനെ സംബന്ധിച്ചുള്ള ഈ ഇവിടെ നിന്ന് റോഡ് ഇല്ലായിരുന്നു. നമ്മുടെ ഈ അമ്പലത്തിൻ്റെ റൂട്ടിലൊന്നും അവിടെ അങ്ങ് റോഡേ ഇല്ല, മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സമയമായിരുന്നു ഒരു 10 വർഷം മുമ്പ്, 10-12 വർഷം മുമ്പ്. പക്ഷേ ഇപ്പം ഫുൾ ബെറ്ററായി. അതെ, അപ്പം പുള്ളി തന്നെയാണ്. സുധാകരനാകാം, ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ പുള്ളി കുറേ വർഷം ഇരുന്നാണ് ഇവിടെ, കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താണ് സുധാകരൻ. പിന്നെ പുള്ളിയും പുറകോട്ടല്ല. നമുക്ക് ആരെയും രണ്ടുപേരും വേണം. നിഷ്പക്ഷമായിട്ട് ഇപ്പോൾ ജയിക്കുമെന്ന് പറഞ്ഞാൽ അത് ആര് ജയിക്കുമെന്ന് പറയാനും പറ്റത്തില്ല. UDFിൻ്റെ പിന്തുണയുടെ കൂടെ സുധാകരൻ നിൽക്കുന്നതുകൊണ്ട് നമുക്കൊരു ഡൗട്ടുണ്ട്. അല്ല ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്നെങ്കിൽ ചിലപ്പം ജയിക്കാൻ സാധ്യതയുണ്ട്. വ്യക്തിപരമായിട്ടുള്ള ഒറ്റക്കെ കുറിച്ച് വരാൻ ചാൻസ് ഉണ്ട്. വരാൻ അത്രേ ഉള്ളൂ. ഇവിടെ സുധാകരൻ സാറേ ജയിക്കത്തുള്ളൂ. അല്ലാതെ ഇനിയും പുള്ളി ചെയ്ത നല്ല കാര്യങ്ങൾ വെച്ചാണെങ്കിൽ ജനങ്ങൾ രാഷ്ട്രീയം നോക്കാതെ സുധാകരൻ സാറിന് മാത്രമേ വോട്ട് ചെയ്യത്തുള്ളൂ. സുധാകരൻ സാറാണ് ജയിക്കാനിവിടെ 100% ചാൻസ്. പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നും ഇല്ല എനിക്ക്. എൻ്റെ അഭിപ്രായത്തിൽ പഴയ MLA ആണ്. MLA ആർമെലൊക്കെ സാധ്യത കൂടുതലെന്നാണ് ഒരു അഭിപ്രായമുണ്ട്. അത്രയേ ഉള്ളൂ. സുധാകരനാണോ അതോ അല്ല സ്ഥലമാണ്, അങ്ങനെ ഒരു അഭിപ്രായം. രാഷ്ട്രീയം ഒന്നും അറിയാൻ മേലാത്ത ഒരാളാണ് ഞാൻ. സുധാകരനാണ് സാധ്യത ജനറലി, എൻ്റെ അഭിപ്രായമല്ല, ജനറലി അതിനാണ് ചാൻസ് എന്നുള്ളതാണ് അറിവ്. സുധാകരൻ സാർ ജയിക്കണമെന്നാണ് ആഗ്രഹം. കാരണം അയാൾ ചെയ്തത് ഒരാൾക്കോ 2 പേർക്കോ ഉള്ളൂ. വ്യക്തിപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ അമ്പലപ്പുഴ ആക്കിയത് പുള്ളിയുടെ ഒറ്റ കഴിവാണ്. ആ കഴിവിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റും. അതെന്ന് പറഞ്ഞാൽ ഇവിടെ കണക്കൂട്ടൽ വയ്ക്കുകയാണെങ്കിൽ സുധാകരൻ സാർ ജയിക്കും. അതാണ് പറയാനുള്ളത്, വേറെ ഒന്നും പറയാനില്ല. രണ്ടാമത് പിന്നെ ഈ സുധാകരൻ സഖാവ് ശരിക്കും CPM-ൽ നിന്ന് അങ്ങോട്ട് പോയത് കൊണ്ട് ആൾക്കാർക്ക് എന്തെങ്കിലും വിയോജിപ്പ്? അങ്ങനെയുള്ളവരുണ്ടല്ലോ ഉറപ്പായിട്ടും. ഈ പറയുന്ന ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ അങ്ങനെ തന്നെ ഉണ്ട്. ഞാനും ഒക്കെ അങ്ങനെ ആ പാർട്ടിക്കാരല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. പോയപ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു അതല്ല, അത്രേ ഉള്ളൂ. വേറെ എന്തായാലും ഇപ്പം എൻ്റെ സാറിന് തന്നെ എൻ്റെ ഒരു കണക്ക്. അതെ, ഈ വഴിയൊക്കെ ആണെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ഇമേജ് ആയിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ പോകുമ്പോൾ ചിലർക്കൊക്കെ ഉണ്ടല്ലോ അതിൻ്റെതായ ഒരു ഇത് വരും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും പുള്ളി വ്യക്തിപരമായിട്ട് എല്ലാവരും കാണുന്ന ഒരാളാണ്. പിന്നെ റോഡൊക്കെ കണ്ടില്ലേ, എല്ലാം പുള്ളി ഇതാണ്. സപ്പോർട്ട് ഇഷ്ടം പോലെ. ഇപ്പം മുമ്പിൽ നിൽക്കുന്ന പുള്ളിയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞും പിന്നെ 3-ാം തീയതിയോടെ അടുത്തൊക്കെ പറയാൻ പറ്റുന്നു. വോട്ടെണ്ണുമ്പോൾ നമുക്ക് പറയാം എന്താണ്, അല്ലാതെ ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല.